Hello friends, welcome back to my channel. Friends, എല്ലാവർക്കും സ്വാഗതം. വിശ്വസിക്കുന്നതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ആദ്യത്തെ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളിന്ന് ഒരു ഡോർ സേഫ്റ്റി അലാം ആണ് ഉണ്ടാക്കുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അലാം, അതായത് ഡോർ സേഫ്റ്റി അലാമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മറ്റൊരു ബെല്ലേക്ക് ഉണ്ടാവും. ബെല്ലേക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് വിട്ടാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമുക്ക് ഈ അലാറം ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഹൈ പവർ ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു കണക്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ച്, പിന്നെ നമ്മൾ 2 മെറ്റൽ പീസ്. ഇതിപ്പോൾ എൻ്റെ കിട്ടിയ മെറ്റൽ പീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മെറ്റൽ പീസ് നമുക്ക് വേണം, ചെറിയ മെറ്റൽ പീസ്. പിന്നെ ഇതുപോലത്തെ ഒരു ക്ലിപ്പ്, പിന്നെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ഫെവിക്വിക്ക്, പിന്നെ ഒരു കത്രിക നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹൈ പവറിൻ്റെ ഈ കണക്ടർ ഇതിലൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്വിച്ച് എടുക്കുക, അതും ഒരു വയറിൽ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് നമ്മുടെ ബസർ എടുക്കുക. ബസറിൻ്റെ ഇവിടെ റെഡാണ്, അപ്പോൾ ഈ റെഡ് വയറിലോട്ട് ഒന്ന് കണക്ട് ചെയ്യുക. നമ്മുടെ സ്വിച്ചിൽ ഓൾറെഡി ഒരു വയർ ഉണ്ടായിരുന്നതാണ് നമ്മൾ പിന്നെ അതിലൊന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസറായിട്ട് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ 2 വയറിലാണ് ഓരോ മെറ്റൽ പീസ്, ഇവിടെ ഒരു മെറ്റൽ പീസും ഇവിടെ ഒരു മെറ്റൽ പീസായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ക്ലിപ്പ് അതൊന്ന് എടുത്തതിന് ശേഷം, ഇപ്പോൾ ഞാൻ ഈ മെറ്റൽ പീസ് ഓൾറെഡി ഇതൊക്കെ വളച്ച് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് കിട്ടണം. ഇതുപോലൊരു മെറ്റൽ പീസ് എടുക്കുക, ഇതുപോലെ ഒന്ന് വളച്ച് വെക്കാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഓരോ വയറ് കണക്ട് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഇതൊന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ മെറ്റൽ പീസ് ഇവിടെ ഒന്ന് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫെവിക്വിക്ക് വെച്ച് 2 മെറ്റൽ പീസ് അവിടെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതിലായിട്ടാണ് നമ്മൾ വയർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിയിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയൊരു നൂല് നമ്മുടെ ലോക്കിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡോറ് തുറക്കുമ്പോഴത്തേക്കിനും ഇതിവിടെ നിന്ന് പോവുകയും ഇത് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അങ്ങനെയാണ് നമ്മുടെ ഈ ബസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ മാറ്റി വെച്ച കണക്ഷൻ എടുക്കുക. അടുത്തായിട്ട് നമ്മുടെ ഈ കണക്ഷനിലോട്ട് ഒരു വയർ ഇവിടെ കണക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഒരു വയർ ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം. പൂർത്തിയായിട്ടും ഞാൻ നിങ്ങൾക്ക് കണക്ഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ബാറ്ററിയുടെ ഒരു വയർ നേരെ നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ലീഡിലേക്ക്, അവിടെ നിന്നും അടുത്ത വയർ സ്വിച്ചിൽ നിന്നും ഒരു വയർ നേരെ ബസറിൻ്റെ ഒരു വയറിലേക്ക്, അവിടെ നിന്നും ഒരു വയർ നേരെ നമ്മൾ ഈ മെറ്റൽ പീസിലേക്ക്, അടുത്ത മെറ്റൽ പീസിൽ നിന്നും നേരെ നമ്മുടെ ബാറ്ററിയുടെ അടുത്ത അറ്റത്തേക്ക്. ഇത്രയാണ് നമ്മുടെ കണക്ഷൻ. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് സേഫായിട്ടൊന്ന് ടേപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ടേപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ മൊത്തം ടേപ്പൊക്കെ ചെയ്തെടുത്തു. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ അതുപോലെ സൗണ്ട് കേൾക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇതിലൊന്ന് ഒട്ടിച്ചൊക്കെ റെഡിയാക്കി ഒന്ന് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഡബിൾ സൈഡ് എടുക്കുന്നു. അപ്പോൾ നമ്മളൊരു ഡബിൾ സൈഡ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബസർ ജസ്റ്റ് ഇവിടെ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, ബസർ നമുക്ക് ഇവിടെ ഒട്ടിച്ച് വെക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ കണക്ഷൻ എല്ലാം അവിടെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒട്ടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിവിടെ ഒട്ടിക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ഇത്തിരി ഫെവിക്വിക്ക് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിതിവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. ഓക്കെ, ഇതൊന്ന് ഒട്ടണം. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ സ്വിച്ച് കൂടെ ഒന്ന് ഇവിടെ ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ ഫെവിക്വിക്ക് ഒന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് കൂടെ ഒന്ന് കണക്ട് ചെയ്യും, ഒട്ടിച്ചു. ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് സ്വിച്ച് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇപ്പം നമ്മളിനി ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ നിന്ന് കട്ട് ചെയ്ത ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ചെറിയൊരു നൂലിൽ കെട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോറിൽ ലോക്കയിലായിട്ട് ഒന്ന് ചെയ്യേണ്ട. അതിന് അടുത്ത നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലോക്കയിൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് എവിടെയാണിത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ലോക്കിൽ നമ്മൾ ഒരു നേരത്തെ പ്ലാസ്റ്റിക് പീസ് കൂടെ ടൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് വെട്ടക്കുറവാണ്, അപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എന്നാലും ഇതൊന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഡബിൾ സൈഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനോട് ഒട്ടിക്കാം.
ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കാൻ നമുക്ക് സൗണ്ട് ആക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ ഈ ലോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ പ്ലാസ്റ്റിക് പീസ് ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കോട്ടൊന്ന് വെക്കണം. ഇതുപോലെ ഒന്ന് വെക്കുക. നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയിടാം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അലാമൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു അലാമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങളും നിർദ്ദേശമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോസ് ഞാൻ വീണ്ടും സൈനിങ് ഔട്ട്.